നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും. വാട്സപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്നും ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വരും. ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിൽ, അതായത് എന്തെങ്കിലും ഒരു സിമ്പിൾ അനിമേറ്റ് ആകുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന നേരം ഒരു ഫോൺ കോളിൻ്റെ അനിമേഷൻ, അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ചിഹ്നത്തിൻ്റെ അനിമേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ചിഹ്നം നമ്മളെ സ്ക്രീനിൽ അനിമേഷൻ ആകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അടിപൊളി ഉണ്ടാവും. നമ്മളെ ഫോൺ സ്ക്രീൻ ഓഫാന്ന് എവിടെയെങ്കിലും ഒരു വെച്ചാണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേൾക്കുന്ന നേരം ഫോണിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് നോട്ടിഫിക്കേഷൻ, എവിടെ നിന്നാണ് വന്നത്. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് നോട്ടിഫൈ ബെഡി എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് അത്യാവശ്യമുള്ള പെർമിഷനുകൾ കൊടുക്കുക. പെർമിഷനുകൾ കൊടുത്താൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ വിസിബിൾ ആവും. ഏത് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ വരുന്നേരാണോ നമുക്ക് അനിമേഷൻ വേണ്ടത്, ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതിന് വാട്സപ്പ് സെലക്ട് ചെയ്ത്, അതിനുശേഷം അതിൽ നേരെ ഒരു ഐക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ അനിമേഷൻ്റെ കളറ് അത് നമുക്ക് മാറ്റാം. കളർ പിക്കർ എന്നുള്ള ഇതിൽ പച്ച കളർ ഇപ്പോൾ സെലക്ട് ആയി ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ ലെഡ് ഷേപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇഷ്ടംപോലെ ഷേപ്പുകളുണ്ട്. ഇതിൽ ഏത് ചിഹ്നമാണോ നമുക്ക് അനിമേഷൻ ആണ്ടി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കളറിൽ ഓഫ് സ്ക്രീനിൽ അതിങ്ങനെ അനിമേഷൻ ആയിക്കൊണ്ടിരിക്കും. നല്ല രസമുള്ള പരിപാടി, അടിപൊളി ഉണ്ടാവും. ഒരു വെറൈറ്റി വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഒരു വെറൈറ്റി ലുക്ക് കാണുന്ന ആഗ്രഹമുള്ളവർക്ക് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേ കേട്ടോ. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ. താങ്ക് യു സോ മച്ച്.